വ്യാജ വാർത്തകൾക്കെതിരെ പൊട്ടിക്കരഞ്ഞ് പി.കെ. ശ്രീമതി. ബി.ജെ.പി. സൈബർ വിങ് കുടുംബത്തിനെതിരെ പോലും വ്യാജ പ്രചരണം നടത്തുകയാണ്. ഏതോ എം.എൽ.എയുടെ ഭാര്യ എന്ന നിലയിൽ പെൻഷൻ വാങ്ങുന്നു എന്ന ആരോപണം തന്നെ മാനം കെടുത്താനാണ്. പണം തേടിപ്പോകേണ്ട കാര്യം തനിക്കില്ല. തീവ്രത എന്ന വാക്ക് താൻ ഉപയോഗിച്ചിട്ടില്ലെന്നും പി.കെ. ശ്രീമതി പറഞ്ഞു. ഇത് ഒരിക്കലും ഒരാളോടും, സ്ത്രീയോടെന്നല്ല പുരുഷനോടും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എൻ്റെ ഭർത്താവിൻ്റെ പെൻഷൻ എനിക്ക് കിട്ടും, അധ്യാപകൻ എന്നുള്ള നിലയിൽ. ഞാൻ വേറൊരാളുടെ പെൻഷൻ തേടി പോകേണ്ടുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ഒരു പണത്തിന് വേണ്ടി പോകുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയുടെ അച്ഛനും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അധ്യാപകരാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന പണം കൊണ്ട് സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ ഞാൻ ഏതോ ഒരു എം എൽ എ ആണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ആളുണ്ടോയെന്നും അറിയില്ല, അയാളുടെ പെൻഷൻ ഭാര്യ എന്നുള്ള നിലയിൽ ഭാര്യ എന്നുള്ള നിലയിൽ നാട്യം നടിച്ച് എന്നിട്ട് പെൻഷൻ വാങ്ങുന്നു. ഇതാണ് അതിൽ വിവരാവകാശ രേഖ കിട്ടിയതാണെന്നാണ് അവർ പറയുന്നത്. എന്ത് വിവരാവകാശ രേഖയായാലും അതിലെല്ലാം എൻ്റെ പടം കൊടുത്തിട്ട് മുൻ ആരോഗ്യമന്ത്രി പി.കെ. ശ്രീമതി, മുൻ ആരോഗ്യമന്ത്രി പി.കെ. ശ്രീമതി ഇങ്ങനെ പടം പലതവണ പല രീതിയിൽ കൊടുത്തുകൊണ്ട് എൻ്റെ പടം കൊടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു വാക്കല്ല. അങ്ങനെയാണെങ്കിൽ പറയായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ DGPക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും നിയമസഭ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വി അരുൺ ചേരുന്നു. അരുൺ, വളരെ ഗൗരവമാണ് പി.കെ. ശ്രീമതിയുടെ പരാതി. മാത്രമല്ല, ഏറെ വൈകാരികമായി ഇത് പറയേണ്ടി വരുന്നത്, പൊട്ടിക്കരഞ്ഞത് പറയേണ്ടി വരുന്നത് സംസ്ഥാനത്തെ മുൻ ആരോഗ്യമന്ത്രിക്കാണ്, ഒരു മുൻ MLA-ക്കാണ്, CPM പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഏറ്റവും സമുന്നതമായ സമിതിയിരിക്കുന്ന ഒരു വ്യക്തിക്കാണ്. എന്താണ് പി.കെ. ശ്രീമതി ഈ പരാമർശം ഇപ്പോൾ നടത്തിയതിന് അവർ ഇങ്ങനെ വൈകാരികമാവുന്നതിൻ്റെ കാരണം എന്താണ്? എന്തായിരുന്നു അവർക്കെതിരായ സൈബർ ആക്രമണം? സഹിത്ത് സംഘപരിവാർ ബന്ധമുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളിലും ഒരു TV ചാനലിലുമാണ് പി.കെ. ശ്രീമതിക്കെതിരായ വാർത്തകൾ വന്നത്. അതിലാണ് അവർ ഇപ്പോൾ വലിയ അമർഷം പ്രകടിപ്പിച്ചത്. മാത്രമല്ല, പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മുതിർന്ന വനിതാ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് മുൻ മന്ത്രി ആയ പി.കെ. ശ്രീമതി. അവരാണ് തനിക്കെതിരെ വലിയ സൈബർ ആക്രമണം അടക്കം നടക്കുന്നുവെന്ന പരാതിയുമായി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരം വാർത്തകൾ സംഭവിക്കുന്നു. ആദ്യം പരാതി കൊടുത്തു, പക്ഷേ പിന്നീടും ഇത് നിർത്താതെ ഈ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം പറയാൻ നിർബന്ധിതമായതെന്നാണ് പി.കെ. ശ്രീമതി വ്യക്തമാക്കുന്നത്. ഒരു വിവരാവകാശ രേഖ കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് നൽകിയ ഒരു വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. അതിൽ രണ്ടാം കേരള നിയമസഭയിൽ അംഗമായിരുന്ന കുന്നംകുളത്തു നിന്നുള്ള PR കൃഷ്ണൻ എന്ന MLA-യുടെ കുടുംബാംഗങ്ങൾ, അതായത് രണ്ട് ഭാഗമായാണ് വിവരാവകാശ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഏതൊക്കെ മുൻ നിയമസഭാംഗങ്ങളാണ് ഇപ്പോൾ MLA പെൻഷൻ വാങ്ങുന്നത്. രണ്ടാമത്തേത്, ആരുടെയൊക്കെ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നത്. അവരുടെ പേരുവിവരങ്ങളാണ് ഇതിലുള്ളത്. അതിൽ ഈ രണ്ടാം നിയമസഭയിൽ അംഗമായിരുന്ന കുന്നംകുളത്ത് നിന്നുള്ള PR കൃഷ്ണൻ്റെ ഭാര്യ, സ്പൗസ് എന്ന രീതിയിൽ ഒരു പി.കെ. ശ്രീമതി MLA-യുടെ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന ഒരു പരാമർശമാണുള്ളത്. PR കൃഷ്ണൻ എന്ന ഒരു MLA അവിടെ ഉണ്ടായിരുന്ന കാര്യം ഒന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിയമസഭാ സെക്രട്ടറി സ്വാഭാവികമായും അതിൽ സംശയം വരേണ്ട കാര്യമില്ല. ഇനി അവരുടെ പേര്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്, സ്വാഭാവികമായും അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിക്കാനിടയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പി.കെ. ശ്രീമതിയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വേണം. ഏതായാലും ഒരു പി.കെ. ശ്രീമതിക്ക് ഇവിടെ പെൻഷൻ കിട്ടുന്നുണ്ട്, ഭാര്യ എന്നുള്ള പെൻഷൻ കിട്ടുന്നുണ്ട്. അത് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ മുൻ ആരോഗ്യമന്ത്രിയായ മുൻ MP-യായ പി.കെ. ശ്രീമതി എന്ന തരത്തിലാണ് ഈ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. അതാണ് പി.കെ. ശ്രീമതി ഇത്തരത്തിൽ വലിയ വിഷമത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. തുടർച്ചയായി തന്നെ അവരുടെ ചിത്രം കാണിച്ചുകൊണ്ട് ഈ പി.കെ. ശ്രീമതിയും രണ്ടും ഒരാളാണോ എന്ന് പോലും കൺഫേം ചെയ്യാതെ, എന്ന് പോലും വ്യക്തത വരുത്താതെയാണ് ഈ ചാനലും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും വാർത്ത നൽകിയതെന്നാണ് പി.കെ. ശ്രീമതിയുടെ ആരോപണം. താൻ MLA എന്ന നിലയിൽ പെൻഷൻ വാങ്ങുന്നുണ്ട്, തൻ്റെ ഭർത്താവിൻ്റെ പെൻഷൻ ആ തരത്തിൽ ലഭിക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് മറ്റൊരാളുടെ ഭാര്യ എന്ന രീതിയിൽ പെൻഷൻ വാങ്ങുന്നു എന്നാണ് CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, സംസ്ഥാനത്ത് തന്നെ വനിതാ നേതാക്കൾ ഏറ്റവും മുതിർന്ന നേതാവായ പി.കെ. ശ്രീമതിക്കെതിരെ ഇത്തരമൊരു പ്രചരണം നടക്കുന്നത്. അതിൽ
അതിലുള്ള അമർഷവും അതിലുള്ള വ്യസനവുമാണ് അവർ മാധ്യമങ്ങളോട് പ്രകടിപ്പിച്ചത്. ഇതിനെതിരെ കോടതിയെ സമീപിക്കുന്നവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഒരു വലിയ പട്ടിക തന്നെ നേതാക്കളുടെ പേരിലും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളുടെ പേരും ഈ വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽ ഈ പി കെ ശ്രീമതി KR ഗൗരിയമ്മ എന്നാണ് മറ്റൊരു നേതാവിൻ്റെ ഭാര്യയുടെ പേര്. സ്വാഭാവികമായും അത് കേരളത്തിലെ ഏറ്റവും ശക്തിയായ വനിതാ നേതാവായിരുന്ന KR ഗൗരിയമ്മ അല്ല എന്ന ഉറപ്പാണ്. അങ്ങനെ പേരിൻ്റെ സാമ്യം കൊണ്ട് മാത്രം പി കെ ശ്രീമതിക്കെതിരെ ഇത്തരമൊരു ആരോപണവും വാർത്തകളും വരുന്നു എന്നുള്ളതാണ് ഇതിനെ ഗൗരവതരമാക്കുന്നത്. അവർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കോടതിയെ മാനനഷ്ട കേസുമായി കോടതിയെ സമീപിക്കുമെന്നും പി കെ ശ്രീമതി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴാണ് അവർ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതുമ്പിയത്, പൊട്ടിക്കരഞ്ഞത്. നമുക്കറിയാം, ഈ സമൂഹ മാധ്യമങ്ങൾ വഴി അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന പല രീതിയിലുള്ള പ്രചരണങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറെ ദുഃഖകരമെന്ന് പറയേണ്ടത് ചില ഉത്തരവാദപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളടക്കം ഈ വ്യാജ പ്രചരണത്തിൽ വീണു പോകുന്നു എന്നതാണ്. ഒരു പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ പ്രതിഫലിക്കുന്നതാവാം. ഇതിൽ ഒരു തരത്തിലുള്ള പരിശോധനയും ഇല്ലാതെ ഈ വാർത്ത സംപ്രേഷണം ചെയ്യപ്പെട്ടു എന്നാണോ സംഭവിച്ചിരിക്കുന്നത്? കാരണം ഒരു വനിതാ നേതാവ്, അവർ ഏത് പാർട്ടിയിലും പെട്ടതാവട്ടെ, BJP ആവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, അവർക്ക് അടക്കം ഇങ്ങനെ അധിക്ഷേപം നേരിടേണ്ടി വരുന്നു എന്നത് ഗൗരവമല്ലേ? സർക്കാർ ഇതിനെ ഗൗരവമായി പരിശോധിക്കുമോ? പരാതി നൽകിക്കഴിഞ്ഞോ ശ്രീമതി? പി കെ ശ്രീമതി ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകും. നേരത്തെ തന്നെ കോടതിയിൽ അവർ പരാതി നൽകിയിട്ടുണ്ട്. ഇനി ക്രിമിനൽ നിയമപ്രകാരം കൂടി ആ പരാതി നൽകാൻ, നേരത്തെ മാനനഷ്ട കേസ് മാത്രമാണ് നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത്. ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പി കെ ശ്രീമതി വ്യക്തമാക്കുന്നത്. CPM ഒരുപക്ഷെ ഈ വിഷയം ഗൗരവത്തിലെടുക്കും. കാരണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെയാണ് ഇത്തരം ഒരു ആക്രമണം നടത്തുന്നത്. മറ്റൊരാളുടെ ഭാര്യ എന്ന വ്യാജേന പെൻഷൻ കൈപ്പറ്റുന്നു എന്നൊക്കെയാണ് പി കെ ശ്രീമതിയെ പോലെ കേരളത്തിൽ ഇത്രയും പ്രശസ്തയായ ഒരു മുതിർന്ന നേതാവിനെതിരെയുള്ള ആരോപണം. സ്വാഭാവികമായും നിയമസഭാ സെക്രട്ടറിൻ്റെ രേഖയാണത്. ആ രേഖയിൽ ഒരിടത്തും ആ പി കെ ശ്രീമതി PR കൃഷ്ണൻ എന്ന മുൻ MLA-യുടെ രണ്ടാം കേരള നിയമസഭയിൽ കുന്നംകുളത്ത് നിന്ന് ജയിച്ചു വന്ന MLA-യുടെ ആ നേതാവിൻ്റെ ഭാര്യ പി കെ ശ്രീമതി എന്ന് മാത്രമാണ് പറയുന്നത്. അതെങ്ങനെയാണ് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ, പലതവണ സംസ്ഥാനത്ത് MLA ആയ, MP ആയ, ആരോഗ്യമന്ത്രിയായ നേതാവിന് പേരുമായി ചേർത്ത് വച്ചതെന്ന ചോദ്യമാണ് വലിയ ആശ്ചര്യമുണ്ടാക്കുന്നത്. സ്വാഭാവികമായും ഒന്നുകിൽ അത് നിയമസഭാ സെക്രട്ടറി അങ്ങനെ തന്നെ പറയണമായിരുന്നു, പി കെ ശ്രീമതി എന്നയാൾ ഇതേ ആളെന്ന് പറയണം. പക്ഷെ അങ്ങനെ ഒരു രേഖയല്ല വന്നിരിക്കുന്ന രേഖ നമ്മളിപ്പോൾ നമുക്ക് ലഭ്യമാണ്. ആ രേഖ ഒരിടത്തും അങ്ങനെ പറയുന്നില്ല. ഈ പട്ടികയിൽ ഒരിടത്ത് പി കെ ശ്രീമതി എന്ന പേര് കൂടി ആണ് ചേർത്തിരിക്കുന്നത്. വിവരാവകാശം നൽകിയ ആൾ തന്നെ അതിലൊരു സുരക്ഷിതത്വം അല്ലെങ്കിൽ അയാളുടെ ഭാഗം ശരിവെക്കാൻ എന്ന തരത്തിലൊരു വിശദീകരണവും ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിടുമ്പോൾ നൽകിയിട്ടുണ്ട്. പി കെ ശ്രീമതി നമ്പർ 66, സീരിയൽ നമ്പർ 66, പേജ് നമ്പർ 13. പി കെ ശ്രീമതി PR കൃഷ്ണൻ എന്ന മുൻ MLA-യുടെ സ്പൗസ് എന്ന രീതിയിൽ പെൻഷൻ പറ്റുന്നു. വിശദ പരിശോധനയിൽ PR കൃഷ്ണൻ എന്ന പേരിൽ കുന്നംകുളം മണ്ഡലത്തിൽ നിന്ന് രണ്ടാം നിയമസഭയിൽ MLA ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പി കെ ശ്രീമതി ആണോ എന്നും അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നതും പരിശോധിക്കപ്പെടണം. പി കെ ശ്രീമതി ടീച്ചറുടെ ഭർത്താവിൻ്റെ പേര് ദാമോദരൻ നമ്പ്യാർ എന്നാണ്. അദ്ദേഹം നിയമസഭാംഗമായിട്ടില്ല. കൂടാതെ ശ്രീമതി ടീച്ചർക്ക് MLA എന്ന നിലയിൽ പെൻഷൻ അനുവദിച്ചിട്ടുമുണ്ട്. പേജ് 9, സീരിയൽ നമ്പർ 64 എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെയാണ് ഈ രേഖ പുറത്തുവിട്ട ഈ മാധ്യമങ്ങൾക്ക് കൊടുത്തയാൾ ഒരു വിശദീകരണ കുറിപ്പായി അതിനൊപ്പം നൽകിയ ഒരു കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. എന്നിട്ടും എങ്ങനെയാണ് പി കെ ശ്രീമതിയെ ഇതുമായി ചേർത്ത് വയ്ക്കാൻ കഴിയുന്നത്? ആ പി കെ ശ്രീമതിയാണ് ഈ നേതാവെന്ന് എങ്ങനെ പറയാൻ കഴിയുന്ന ചോദ്യമാണ് അവിടെ ഉദിക്കുന്നത്. സ്വാഭാവികമായും അതിലൊരു ബോധപൂർവമായ അവഹേളനം ശ്രമമുണ്ട് എന്ന് നമുക്ക് പ്രാഥമികമായി നമുക്ക് ഇത് പരിശോധിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശ്രീമതി തീർച്ചയായും ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുന്നുണ്ട്. അതിനൊപ്പം സംസ്ഥാന പോലീസ് മേധാവിയോടും അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒരുപക്ഷെ അവർ കാര്യം അറിയിച്ചേക്കാം. കാരണം അവരുടെ ഘടകം കേന്ദ്ര കമ്മിറ്റി ഉണ്ടെങ്കിൽ പോലും അവരുടെ പ്രധാനപ്പെട്ട നേതാവിന് ഇത്തരമൊരു ആരോപണം ഉയരുമ്പോൾ സ്വാഭാവികമായും CPM അതിന് രാഷ്ട്രീയമായി തന്നെ പ്രതികരിക്കാനും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്, മുൻ മന്ത്രിക്കാണ് ഇത്തരമൊരു അവസ്ഥയുണ്ടാകുന്നത് എന്നതാണ് സാഹചര്യം. ഒരു തരത്തിലും വസ്തുതയ്ക്ക് ചേരാത്ത തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നു. ഏതെങ്കിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ തരത്തിൽ പ്രചരണം നടത്താൻ എങ്ങനെ കഴിയുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം പി കെ ശ്രീമതിയുടെ ആ വാക്കുകൾ. ഒരിക്കലും ഒരാളോടും സ്ത്രീയോട്